ഉമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് പൊട്ടറ്റോ ക്രാക്കേഴ്സാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 2 ഇടത്തരം കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. നമ്മളിതിൽ മൈദയോ അതുപോലെ തന്നെ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തിയാണ്. 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ജീരകം പൊടി ഒന്ന് ചെറു തീയിലൊന്ന് ഇട്ട് ചൂടാക്കി പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാകും. 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 1/4 കപ്പ് വെണ്ണ ചൂടാക്കിയത് കൂടി ഒഴിച്ചു കൊടുക്കണം. വെണ്ണ ചൂടാക്കിയതില്ലെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളുടെ ക്രാക്കേഴ്സിന് നല്ല ഒരു ക്രിസ്പായിട്ട് കിട്ടുകയുള്ളൂ. അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ഈ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ച കിഴങ്ങ് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് മെല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്ത് നമ്മളുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് കൊടുക്കാം. ലൂസാകാനും പാടില്ല, അതുപോലെ തന്നെ ടൈറ്റ് ആകാനും പാടില്ല. ഇനി ചപ്പാത്തി പലകയിൽ പരത്തി അതൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മളുടെ ചപ്പാത്തിയുടെയൊക്കെ കനത്തിൽ പരത്തിയാൽ മതി. ഈ കിഴങ്ങ് കഴിച്ചത് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടികൾക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ കിഴങ്ങ് കഴിച്ചാലുള്ള ഗുണങ്ങൾ ഏറെയാണ്. ഇപ്പോൾ പ്രമേഹത്തിന് വരെ നല്ലതാണെന്നാണ്. ഇതിങ്ങനെ ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചോറ്റുപാത്രത്തിൻ്റെ മൂടി കൊണ്ട് വട്ടത്തിൽ മുറിച്ചെടുത്താലും മതി. ഇതൊന്ന് ഫോർക്ക് സ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കണം. ഇങ്ങനെ കുത്തി കൊടുത്താൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വറുത്തെടുക്കുമ്പോഴോ അങ്ങനെ പൊങ്ങി വരികയില്ല. അതിനാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇത് വറുത്തെടുത്താലും ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ, നന്നായിരിക്കും. ഇവിടെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് 170-ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇവിടെ 2 തട്ട് ശരിയായിട്ടുണ്ട്. ഇത് 1 മാസമൊക്കെ കേടുവരാതെ ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. എയർ ടൈറ്റ് ഡബ്ബയിലിട്ട് വെക്കുകയാണെങ്കിൽ. ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ല സ്നാക്സാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റുകൾ പറയൂ.